താങ്ക് യു ഹനക്കുട്ടി ചേച്ചി. സൂപ്പർ ആയിട്ട് പാടിയല്ലോ. താങ്ക് യു. സൂപ്പർ. താങ്ക് യു. ഹനക്ക് എന്താ തോന്നിയേ? നന്നായിട്ട് പെർഫോം. കാരണം ലാസ്റ്റ് പെർഫോമൻസ് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. ഈ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ല. ബെറ്റർ ആണ്. ജഡ്ജസിനോട് ചോദിക്കാം. MG സർ. ഹന ഓ സാർ. നല്ല രസമായിരുന്നു കേട്ടോ കേൾക്കാൻ. താങ്ക് യു സാർ. ശബ്ദത്തിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. കുറേ ഭാഗങ്ങൾ നന്നായിരുന്നു. കുറേ നല്ല ഏറെക്കുറെ ഭാഗങ്ങൾ നന്നായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു സംഗതിയുടെ ഒരു ഗതിയുണ്ട്. മൃഗയല്ല, എന്നാ ആ സംഗതിയുടെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ട്. അത് മാത്രമാണ് പല സ്ഥലത്തും നഷ്ടപ്പെട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. ഒന്ന് പാടി വരാം പല്ലവിയുടെ എൻഡ് പോർഷൻ. അത് കുറച്ച് ശ്രുതി. ഓക്കെ, അതിന്റെ അനുപല്ലയുടെ എൻഡ് ഒന്ന് പാടിക്കേ. അവിടെ ഒരു സംഗതി വരുന്നുണ്ട്, അത് ആ സംഗതി ഇല്ല. അതിന്റെ ബ്യൂട്ടി എവിടാണ്? കാരണം ഈ പാട്ട് നല്ല എന്താണ് തങ്കൻ തക്ക് തക്കൻ തങ്കൻ തങ്കൻ ഇങ്ങനെ കിടക്കല്ലേ. ഏതേതോ തരാരി. അപ്പൊ ആ സംഗതി എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ബ്യൂട്ടി അങ്ങ് പോവും. അതുപോലെ തന്നെ ചരണത്തിലും ഇതേ സ്ഥലം മോക്ക്. അത് മോൾ എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്? അത് സ്ലോ ആയിട്ട് പാടി നോക്കിയെന്ന്. അങ്ങനെയാണ് പഠിച്ചത്. അത് കുറച്ച് സ്ലോ ആക്കാനാ ഞാൻ പറയുന്നത് ആ സംഗതി. ഏകദേശം വന്നു. അതാണ് ഈ പാട്ടിന് യോജിച്ചിരിക്കുന്ന ഒരു സംഗതി. മോള് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് എന്താ നീയെ അണയ്ക്കവ അതൊന്ന് പഠിക്കുന്നത്. അത് ആ സംഗതി അങ്ങനെയാണെന്ന് എനിക്ക് തോന്നില്ല. ആണോ അണ്ണാച്ചി? ഫിനിഷ് കറക്റ്റ് ആയാൽ മതി. അതെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു മോളെ, ശ്രദ്ധിക്കണേ. എന്നാലും നേരത്തെ ഉള്ള പെർഫോമൻസിനെക്കാട്ടിൽ വളരെ ബെറ്റർ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു പാട്ട്. നന്നായിട്ട് പാടി മോള് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഹന സർ, എന്തൊരു അസാധ്യ കോമ്പോസിഷനാണ്. ഒരു നിവർത്തിയില്ല. പ്ലിം പ്ലാങ് ബ്ലിങ് ബ്ലിങ് എന്ന് തുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ നിലവിളിയാ തമിഴ്നാട്ടിലെ. അസാധ്യ കോമ്പോസിഷൻ മോളെ. ഈ വളർത്തേ അങ്ങ് കയറുക, മേപ്പോട്ട് വളർന്നങ്ങ് പോവുക, പന്തലിക്കുക. അങ്ങനെ വരരുത്, അവിടെ തന്നെ നിർത്തിക്കോ കേട്ടോ. പിന്നെ ചില കാലമായി നാനും അതൊന്ന് കൃത്യമായിട്ട് പാടാമോ? അത് ഒന്ന് സൂചിപ്പി. അവിടെ ബൃഹാ പാടരുത്, ചില അകാരം പാടേണ്ട സ്ഥലത്ത് അതേ പാടാവോ കേട്ടോ. നീ മതി. എന്റെ കുഴപ്പമില്ല. പിന്നെ ഏനോ അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ഈ പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഞാനിത് ഇത്ര പറഞ്ഞത് കുറച്ചും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്നുള്ളൂ. എനിക്ക് കുറെ ഇഷ്ടമായി പാടിയത്. ലവ് യു മുത്തേ. ലവ് യു ടു സർ. താങ്ക് യു സർ. ചേച്ചി ഹന മാം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു മാം. ഇപ്പൊ ഈ പാടിയ പോർഷൻസ് ഇല്ലേ, അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആദ്യം കേൾക്കുമ്പോൾ ഞങ്ങൾ ആക്ച്വലി എല്ലാവരും കൂടി ഇരുന്ന് ഒരേ സമയത്ത് ആഹാന്നാക്കി. ആ സില പൂക്കൾ താനേ അവിടെയൊക്കെ മോൾ നന്നായിട്ട്, ആ വോയിസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. സ്വീറ്റ് ആയിരുന്നു ശരിക്കും. മോളുടെ ശബ്ദത്തിൽ ഈ പാട്ട് വളരെ ക്യൂട്ടായി. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ രാജാ സാറിൻ്റെ കടുത്ത ആരാധകരായത് കൊണ്ട് നമ്മൾ ആ ഒരു അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അപ്പം അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ അതുപോലെ പാടാൻ വേണ്ടിയിട്ടാണ്. അത് വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു മാജിക്ക് കൂടുന്നത്. പിന്നെ സൂപ്പർ ഓർക്കസ്ട്ര സൂപ്പറായിരുന്നു. ഹന തന്നെ പറഞ്ഞു ആദ്യം, ഇതിന് മുന്നേ പാടിയതിനേക്കാളും ഒക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സത്യമാണ് മോളോ, സത്യമാണത്. നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതിനൊരു ക്ലാരിറ്റി വരാം. ഇപ്പം നാനേ
ആ പല്ലവിയിലുള്ള നാനേ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവണം കേട്ടോ ആ സംഗതി. മോളെ സംഗതി അല്ലത് അത് വരുന്നില്ല അവിടെ. അത് മോളെ ഉള്ളിലുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരുപാട് ക്ലാസിക്കൽ പോലെയുള്ള സംഗതി എന്നല്ല പറയുന്നത്. അതിനൊരു ഒരു സ്വീറ്റ്നെസ് ഉണ്ട് ആ സംഗതിക്ക്. അത് വരണം. അത് മോള് അത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. പറയാതിരിക്കാൻ വയ്യ. ചിത്ര ചേച്ചിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരു പാട്ടാണിത്. അപ്പം മോൾ ഈ പാട്ട് കൊണ്ടുവന്ന് ചേച്ചിയെ ഓർമ്മിപ്പിച്ചതിൽ ഒരുപാട് നന്ദി. അത് മാത്രമല്ല മോള് നല്ലോണം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. ഇനിയും നന്നാവട്ടെ. ഓക്കെ ഓക്കെ, അപ്പൊ മാർക്സ് ചോദിക്കാം. ചേച്ചി ഹനക്കി പെർഫോമൻസിന് 8.8. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. ഞാനും അത് തന്നെ. MD സർ. സോ 8.8. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 17.6. സൂപ്പർ. താങ്ക് യു. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.